ഹായ്. ജീവിതത്തിലെ ഏറ്റവും അപകടകരമായ ശീലങ്ങളിൽ ഒന്നാണ് അലസത. അത് ആശ്വാസം, ഒഴിവുകഴിവ്, താൽക്കാലിക ആനന്ദം എന്നിവയാൽ മറഞ്ഞിരിക്കുന്നു. അതിനാൽ അത് നിരുപദ്രവകാരിയായിട്ടാണ് നമുക്ക് തോന്നുക. നാളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജോലി ഒഴിവാക്കുന്നു. 1 മണിക്കൂർ കൂടി ഉറങ്ങാം എന്ന് പറയുന്നു. എന്നാൽ സത്യം അലസത എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. അത് നമ്മുടെ അവസരങ്ങൾ പാഴാക്കുന്നു, നമ്മുടെ സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നു, നമ്മുടെ ഭാവിയെ ദുർബലമാക്കും. അലസർ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല. ഒരിക്കലും മഹത്വം നേടില്ല. അച്ചടക്കം, പരിശ്രമം, സ്ഥിരത എന്നിവക്കാണ് വിജയമുണ്ടാവുക. അലസത നിങ്ങൾക്ക് കുറച്ചു നേരത്തേക്ക് ആശ്വാസം നൽകിയേക്കാം. എന്നാൽ അച്ചടക്കം നിങ്ങൾക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ബഹുമാനം നൽകുകയാണ് ചെയ്യുന്നത്. മടി ഒരു ബലഹീനത മാത്രമായിട്ട് കാണാൻ പാടില്ല. അതൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അലസത നിശബ്ദമായി വേഷം മാറി നമ്മുടെ അടുത്തെത്തുന്നു. അത് ആശ്വാസമായിട്ടും വിശ്രമമായിട്ടും നിരുപദ്രവകാരിയായിട്ടും നമ്മുടെ മുന്നിലെത്തുന്നു. 1 മണിക്കൂർ അധികം ഉറക്കം, ജോലി വൈകിപ്പിക്കൽ, നാളെ തുടങ്ങാം ഇതെല്ലാം സുരക്ഷിതത്വം ആണെന്ന് നമ്മെ തോന്നിപ്പിക്കും. എന്നാൽ അത് നമ്മെ നശിപ്പിക്കുന്നു. അലസത ഒരു ശീലമായി മാറുന്നു. അത് നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. നമ്മൾ അത് തിരിച്ചറിയുന്നതിന് മുമ്പ് ലോകം മുന്നോട്ട് പോയിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ആദ്യമുണ്ടായ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. അലസതയുടെ അപകടം അതിന്റെ നിശബ്ദതയിലാണ്. നമ്മൾ പരാജയത്തെയും നിരസിക്കലിനെയും നഷ്ടപ്പെടുത്തലിനെയും ഒക്കെ ഭയപ്പെടുന്നു. എന്നാൽ വളരെ കുറച്ചു പേര് മാത്രമേ യഥാർത്ഥത്തിൽ അലസതയെ ഭയപ്പെടുന്നുള്ളൂ. എന്നാൽ പരാജയത്തേക്കാൾ അപകടകരമാണ് അലസത. അതിന് കാരണം എന്താന്ന് വെച്ചാൽ പരാജയം നമ്മളെ പാഠം പഠിപ്പിക്കുന്നു. പരാജയം നമ്മളെ വീണ്ടും തുടങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. എന്നാൽ അലസത നമ്മളെ ഒരിടത്ത് കുടുക്കിക്കിടത്തുന്നു. നമ്മൾ അലസരാകുമ്പോൾ പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യുന്നില്ല. വെറുതെ സമയം പാഴാക്കുക മാത്രമാണ് ചെയ്യുന്നത്. സമയമാണ് ഏറ്റവും മൂല്യമേറിയ വിഭവം. അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിഭവമാണ്. നമ്മൾ എല്ലാവരും ആരാധനയോടെ കാണുന്ന സക്സസ്ഫുൾ ആയ വ്യക്തികൾ എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന അത്തരം സക്സസ്ഫുൾ ആയ വ്യക്തികൾക്കും നമുക്കും ഒക്കെ 24 മണിക്കൂറാണുള്ളത്. എന്നാൽ വിജയിച്ചവർ എല്ലാവരും സമയത്തെ നന്നായി ഉപയോഗപ്പെടുത്തിയവരാണ്. അച്ചടക്കത്തോടെ സമയത്തെ ഉപയോഗിച്ചവർ ആണവര്. എന്നാൽ അലസത നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഏറ്റവും മൂല്യമേറിയ വിഭവത്തെ നഷ്ടപ്പെടുത്തുന്ന ഒരു കൊലയാളി തന്നെയാണ് അലസത. അലസന്മാർക്ക് അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അവർ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അവർക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവാത്തത്. അലസതയുടെ ഏറ്റവും വേദനാജനകമായ കാര്യം എന്താന്ന് വെച്ചാൽ കുറ്റബോധമാണ്. അതായത് നമുക്ക് കിട്ടാത്ത അവസരങ്ങളെക്കുറിച്ചുള്ള കുറ്റബോധം. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ചും കൂടുതൽ നേടാമായിരുന്നിട്ടും നേടാത്തത് കൊണ്ടും ഉള്ള കുറ്റബോധം. ഈ കുറ്റബോധം എന്ന് പറയുന്നത് പരാജയത്തെക്കാൾ വേദനകരമാണ്. കഠിനാധ്വാനം താൽക്കാലിക അസ്വസ്ഥത തരുമെങ്കിലും പശ്ചാത്താപം സ്ഥിരമായ കഷ്ടപ്പാടാണ് നമുക്ക് തരുന്നത്. അലസത ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നു. നിങ്ങൾ ആവർത്തിച്ച് ജോലി ഒഴിവാക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കഴിവിനെ തന്നെ നിങ്ങൾക്ക് സംശയമാവും. അതായത് നമുക്ക് തോന്നും എനിക്ക് കഴിവില്ല എന്ന് സ്വയം നമ്മൾ എല്ലാവരോടും പറയാൻ തുടങ്ങുന്നു. എന്നാൽ ഒരു ജോലി പൂർത്തിയാക്കുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ ഒരു അഭിമാനം തോന്നും. അങ്ങനെ തുടർച്ചയായിട്ടുള്ള അച്ചടക്കം നമ്മുടെ ഐഡന്റിറ്റിയെ തന്നെ മാറ്റുന്നു. എന്നാൽ അലസത നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അലസതയിൽ നിന്ന് മോചനം നേടാൻ ലക്ഷ്യം എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ സ്വയം നമ്മോട് തന്നെ ചോദിക്കുക, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണോ അതോ ഞാൻ സുഖകരമായ അവസ്ഥയെ നിലനിർത്തുകയാണോ ചെയ്യുന്നത് എന്ന്. അതായത് കംഫർട്ട് സോണിനെ നിലനിർത്തുകയാണോ അതോ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കാം. ആ ചോദ്യം നിങ്ങളുടെ അലസതയെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും. അലസത നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുക. അതാണ് അലസതയുടെ ഒരു ദൗത്യം എന്ന് പറഞ്ഞത്. അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത് കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുത്തുക എന്നുള്ളതാണ് അലസതയുടെ ദൗത്യം. അത് ഒഴിവ് കഴിവുകൾ നമ്മോട് മന്ത്രിക്കുന്നു. നിങ്ങൾക്ക് വിശ്രമം അറിയിക്കുന്നു എന്ന് അലസത നമ്മോട് പറയുന്നു. നിങ്ങൾക്ക് ഇനിയും കുറേ സമയമുണ്ട് എന്ന് അലസത നമ്മളോട് പറയുന്നു. നാളെ തുടങ്ങാമെന്ന് പറയുന്നു.
ഇതൊക്കെ അലസത നമ്മോട് മന്ത്രിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആ മന്ത്രം കേട്ടാൽ നമ്മുടെ ഭാവി നഷ്ടപ്പെടും. എന്നാൽ അലസതയ്ക്കെതിരെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ പോരാടുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ ശക്തി തകർക്കുന്നു. അതായത് അലസതയുടെ ശക്തി നമ്മൾ തകർക്കുന്നു. മടിയും വിജയവും ഒന്നിച്ച് ജീവിക്കുകയില്ല. എപ്പോൾ നിങ്ങളിൽ മടി പ്രവേശിച്ചുവോ അപ്പോൾ നിങ്ങളിലെ വിജയം പുറത്തേക്ക് പോകുന്നു. എപ്പോൾ നിങ്ങളിൽ അച്ചടക്കം പ്രവേശിച്ചുവോ അപ്പോൾ നിങ്ങളിലെ അലസത പുറത്തേക്ക് പോകുന്നു. അതിനാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ അലസതയെ ഒഴിവാക്കാം. നിങ്ങൾ ആദ്യം അതിനെ തിരിച്ചറിയണം. അതായത് അലസതയെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അലസതയെ തിരിച്ചറിയണം. എനിക്ക് അലസത ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതിനെ ശത്രുവായിട്ട് കണക്കാക്കണം. സാധാരണ എല്ലാവരും മടിയെ വലിയ പ്രശ്നമില്ലാത്ത ഒന്നായിട്ടാണ് കണക്കാക്കുക. പക്ഷെ അതിനെ കൃത്യമായിട്ട് ഒരു ശത്രുവായിട്ട് തന്നെ കണക്കാക്കണം. അതിനെ ചെറിയ ബലഹീനതയായി കണക്കാക്കുന്നത് നമ്മൾ നിർത്തണം. അത് നമ്മുടെ സ്വപ്നത്തിന്റെ കൊലയാളിയാണ്. നിങ്ങൾ അലസത തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ നല്ല ഭാവി നിങ്ങളിൽ നിന്ന് അകലുന്നു. എന്നാൽ അച്ചടക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ നല്ല ഭാവി നിങ്ങളിലേക്ക് അടുക്കുന്നു. നിങ്ങൾ സ്വയത്തോട് ചോദിക്കുക, ഏത് തരം ജീവിതമാണ് എനിക്ക് വേണ്ടത് എന്ന്. അതായത് ഒഴിവുകഴിവുകളും പശ്ചാത്താപവും നിറഞ്ഞ ജീവിതമാണോ അതോ വളർച്ചയും അഭിമാനവും തോന്നുന്ന ജീവിതമാണോ എനിക്ക് വേണ്ടത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. അലസത നിങ്ങളെ നിയന്ത്രിക്കണോ അതോ നിങ്ങൾ അതിനെ നിയന്ത്രിക്കണോ? മടി എപ്പോഴും പ്രചോദനത്തിന്റെ രൂപത്തിലും നമ്മുടെ മുന്നിൽ വരും. അതായത് യഥാർത്ഥത്തിൽ മടിയായിരിക്കും. പക്ഷെ നമ്മൾ പറയുന്നതാണ്, എനിക്കിന്നൊരു മൂഡില്ല, എനിക്ക് ഒട്ടും ചെയ്യാൻ ഒരു പ്രചോദനം ഇല്ല എന്ന് പറയും. എനിക്ക് മൂഡില്ല, പ്രചോദനം ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മടിയെ നമ്മൾ മറച്ചു വെക്കും. എന്നാൽ പ്രചോദനം നമ്മെ മുന്നോട്ട് ഒരിക്കലും നയിക്കില്ല. നമ്മെ എന്തെങ്കിലും പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭത്തിന് മാത്രമേ പ്രചോദനം ആവശ്യമുള്ളൂ. എന്നാൽ അച്ചടക്കമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അച്ചടക്കത്തോടെ ജീവിക്കുമ്പോഴാണ് നമ്മളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുക. നമ്മൾ സമയത്തിന്റെ ശക്തിയെ കുറച്ച് കാണുന്ന വ്യക്തികളാണ്. നമ്മൾ വിചാരിക്കുന്നു നമുക്ക് മുന്നിൽ ധാരാളം സമയമുണ്ട്. എന്നാൽ വർഷങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും വേഗത്തിൽ കടന്നു പോകും. നമ്മൾ ദിവസവും പരിശീലിക്കുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ നമ്മൾ എന്ന വ്യക്തിയെ സൃഷ്ടിക്കുന്നു. അലസതയ്ക്ക് ഒരിക്കലും അവസരം നൽകരുത്. നല്ല ഭാവി ലഭിക്കുന്നത് സമയത്തെ ബഹുമാനിക്കുന്നവർക്കാണ്. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അലസതയിൽ ചെലവഴിച്ചാൽ അത് എന്നേക്കുമായി ഇല്ലാതാകും. അലസമായി ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി എന്താവും എന്ന് ആലോചിച്ചു നോക്കൂ. അവർ നിങ്ങളെ ബഹുമാനിക്കുവോ അതോ നിങ്ങളെ കുറ്റപ്പെടുത്തുവോ? അതിനാൽ അലസത നമ്മുടെ ബന്ധങ്ങളെയും നശിപ്പിക്കുന്നു. വിജയം ഭാഗ്യം കൊണ്ടുണ്ടാക്കുന്നതല്ല, അത് തെരഞ്ഞെടുപ്പ് കൊണ്ടുണ്ടാകുന്നതാണ്. അച്ചടക്കം നിങ്ങൾക്ക് അവസരങ്ങൾ നൽകുന്നു, മടി നിങ്ങളുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. അവസരങ്ങൾ മടിയന്മാരെ ഒരിക്കലും കാത്തിരിക്കില്ല. ഇന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം, 5 വർഷങ്ങൾക്ക് ശേഷം അഭിമാനത്തോടെയാണോ അതോ ഖേദത്തോടെയാണോ ജീവിതത്തെ കാണേണ്ടത് എന്ന്. അതിനാൽ അലസതയെ കൊല്ലുക, വിജയം കെട്ടിപ്പടുക്കുക. തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മുടെ കൈകളിലാണ്. ഓർക്കുക, നമ്മുടെ ഭാവി ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അച്ചടക്കമുള്ള ഓരോ തിരഞ്ഞെടുപ്പും നമുക്ക് ശക്തി പകരുന്നു. അലസമായ ഓരോ തിരഞ്ഞെടുപ്പും നമ്മെ ദുർബലപ്പെടുത്തുന്നു. അലസതയെ ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ആരായി മാറണമെന്ന് ഉള്ളൊരു വ്യക്തത നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുക. അതായത് ഇനി നമ്മൾ ആരായിട്ടാണ് മാറേണ്ടത് എന്നുള്ളൊരു കൃത്യമായ വ്യക്തത നമുക്ക് ഉണ്ടാവണം. നിങ്ങളായി മാറാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ വ്യക്തിക്ക് വേണ്ടി ജീവിക്കുക. അലസത നമ്മുടെ സ്വപ്നങ്ങളെയും സമയത്തെയും ആത്മവിശ്വാസത്തെയും ഭാവിയെയും തട്ടിയെടുക്കുന്നു. അലസതയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ അതിനൊട്ടും ശക്തിയില്ല. അച്ചടക്കത്തോടെ നിങ്ങൾ അലസതയ്ക്കെതിരെ പോരാടാൻ തീരുമാനിക്കുന്ന നിമിഷം മുതൽ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഇന്ന് നിങ്ങൾ ആരാണെന്നും ആരാകണമെന്നും ആഗ്രഹിക്കുന്നു എന്നും തമ്മിലുള്ള പാലമാണ് അച്ചടക്കം. അതായത് ഇപ്പൊ നമ്മൾ ആരാണ് എന്ന് നമുക്കറിയാം. ഇനി ആരാകണമെന്ന് നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ആ ആരാകണമെന്നുള്ള ആളും ഇപ്പോൾ ആയിരിക്കുന്ന ആളും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആരാകണമെന്ന ആളിലേക്ക് എത്താനുള്ള പാലമാണ് അച്ചടക്കം. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി മാറാൻ നമ്മൾക്ക് എന്തുണ്ടായാൽ മതി? അച്ചടക്കം കൃത്യമായിട്ടുണ്ടായാൽ മതി. ഈ അച്ചടക്കത്തിലൂടെയാണ് നമ്മളുടെ ജീവിതത്തിൽ ശീലങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ
നിങ്ങൾക്ക് അലസതയുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക വീഡിയോ കേട്ടിട്ട്. ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുകൂടി കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.